മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ്, ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 വീഡിയോകളാണ് ചെയ്യുക. അതിൽ ആദ്യത്തേതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ബജറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് എടുത്ത് മുന്നോട്ട് വെക്കുന്നതും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബജറ്റ് കേൾക്കുമ്പോൾ കേരളത്തിലെ ഓരോ സാധാരണക്കാരനും കൃത്യമായിട്ട് തിരിച്ചറിയില്ലേ, കേരള സർക്കാരിന്റെ ബജറ്റിനേക്കാൾ ഒരുപാട് പടി മുന്നിൽ നിന്നുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സാധാരണക്കാർക്കൊപ്പം നിലകൊണ്ടുള്ള ഈ ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് ഒരു രക്ഷയുമില്ല. കേരള സർക്കാരിനേക്കാൾ 10 മടങ്ങ് മുകളിൽ നിന്നുകൊണ്ടുള്ള ഒരു 1.5 ബജറ്റ് തന്നെയാ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനങ്ങൾ എന്ത് പ്രതീക്ഷിച്ചോ അതിനേക്കാൾ ഒരുപാട് പടി ഉയരത്തില്. നിങ്ങൾ കേട്ടില്ലേ, അടൽ ക്യാൻറ്റീനുകൾ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. വളരെ കുറഞ്ഞ ചിലവിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, 20 രൂപക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള വലിയ പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുന്നു. മാത്രമല്ല, അടൽ സൂപ്പർ മാർക്കറ്റ് സാധാരണ കടകളിൽ നിന്നുമുള്ളതിനേക്കാൾ ഒരുപാട് വില കുറച്ചുകൊണ്ട് അടൽ സൂപ്പർ മാർക്കറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തി എന്ന് പറയുന്നതിന് മുമ്പേ ആയിട്ട് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് BJP അവരുടെ നയവും അഭിമാനത്തോടു കൂടി തന്നെ ഈ ബജറ്റില് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾക്ക്, സകല BJP വിരുദ്ധർക്കും നല്ല ഒന്നാം തരം രീതിയിൽ തന്നെ കുരുപൊട്ടു. അത്തരത്തിലുള്ള ഒരു നയം പ്രഖ്യാപിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. ഈ മാറാത്തത് മാറുമെന്ന് രാജീവ് ചന്ദ്രശേഖർ BJP പ്രഖ്യാപിച്ച സമയത്ത് ട്രോളി നടന്ന ആളുകളൊക്കെ ഇപ്പോ എന്ത് പറയുന്നു? നമ്മുടെ തലസ്ഥാന നഗരിയിൽ ബജറ്റ് അവതരണത്തിൽ ആ മാറാത്തത് മാറുമെന്നുള്ള ആ പ്രഖ്യാപനം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സാഹചര്യങ്ങൾ മാറുമ്പോൾ ചിന്തകളും സമീപനങ്ങളും മാറേണ്ടി വരും. അതാണ് മനുഷ്യനെ ശക്തമാക്കുന്നത്. മാറാൻ തയ്യാറാകുന്നവരാണ് മുന്നേറുന്നത്. മാറാൻ വിസമ്മതിക്കുന്നവർ പിന്നിലായി പോവുകയും ചെയ്യുന്നു. കാലം കാത്തു നിൽക്കുകയില്ല. ലോകം ഒരിടത്തും നിൽക്കുകയും ചെയ്യില്ല. മാറാത്തത് മാറുക തന്നെ ചെയ്യും. കേരളത്തിന്റെ ഭരണ നഗരമായ തിരുവനന്തപുരം കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. ഈ മാറ്റങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഒരു കാലത്ത് പരിമിതമായ സൗകര്യങ്ങളോടെയും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മാത്രമായി പ്രവർത്തിച്ചിരുന്ന കോർപ്പറേഷൻ ഇന്ന് വികസനവും നവീകരണവും ലക്ഷ്യമാക്കി മുന്നേറുന്ന ഒരു ശക്തമായ ഭരണ സംവിധാനമായി മാറിയിരിക്കുന്നു. കണ്ടുമടുത്ത മുഖങ്ങളും ധാർഷ്ട്യത്തിന്റെ കേട്ടുമടുത്ത വാക്കുകളും നഗരവാസികളെ മാറി ചിന്തിക്കുവാനായി പ്രേരിപ്പിച്ചു. നഗരവാസികളെ തടഞ്ഞു നിർത്തി അവരുടെ യാത്ര മുടക്കുന്ന ഒരു ഭരണ നേതൃത്വത്തെ ഞങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൈ പിടിച്ച് വികസനത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഭരണസമിതിയായി പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പാരമ്പര്യവും ആധുനികതയും ഒരുമിച്ച് ചേർത്ത് മുന്നേറാനുള്ള ശ്രമമാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മാറ്റം വെറും ഭരണപരമായ പരിഷ്കരണമല്ല, അത് നഗരജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുവാനുള്ള ഒരു തുടർച്ചയായ യാത്രയാണ്. കാലത്തിനൊത്തു മാറാൻ തയ്യാറായത് കൊണ്ടാണ് തിരുവനന്തപുരം ഇന്നൊരു ആധുനിക നഗരമായി വളരുന്നത്. നിങ്ങൾ കേട്ടില്ലേ, ഡെപ്യൂട്ടി മേയർ ഈ ബജറ്റ് അവതരണത്തില് മാറാത്തത് മാറുമെന്ന് കേരള ജനതയോട് പ്രഖ്യാപിക്കുമ്പോ തൊട്ട് പിറകിൽ രാജീവ് ചന്ദ്രശേഖറും അഭിമാനത്തോടു കൂടി തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിലെ സകല BJP വിരുദ്ധരും എങ്ങനെയാണ് സഹിക്കുക? ഈ ഒരു ബജറ്റ് അവതരണം സാധാരണക്കാരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ളൊരു ബജറ്റ് അവതരണം തന്നെയാ. കാരണം എന്താ, BJP അവരുടെ നയം പ്രഖ്യാപിക്കുക, ഞങ്ങൾ സാധാരണക്കാർക്ക് ഒപ്പമാണ് എന്ന് അവരെടുത്തെടുത്തെടുത്ത് പറഞ്ഞു മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, 1.5 പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ പുറത്തു വന്നിട്ടുള്ളത്. ഞാനിവിടെ മറ്റൊരു ചെറിയൊരു ഭാഗം കൂടി ഇവിടെ കൊടുക്കാം. യഥാർത്ഥത്തിൽ അത് കേരള സർക്കാരിന്റെ മണ്ടക്കിട്ട് കൊട്ടുന്നതാ. നമുക്കറിയാം, എന്തിനും ഏതിനും കേന്ദ്ര സർക്കാർ തരുന്നില്ലോ എന്നാണ് കള്ളത്തരം നിരന്തരം കേരള സർക്കാർ വിളിച്ചു പറയാറുള്ളത്. എന്നാൽ ഈ കേരള സർക്കാർ ഒപ്പുവെക്കാത്തതിന്, അതിന് കുറ്റം പറഞ്ഞു നിൽക്കുന്നതിലപ്പുറം ജനങ്ങൾക്ക് വേണ്ടി വളരെ വലിയ രീതിയിൽ ഒരു പ്രഖ്യാപനവും ഈ ബജറ്റിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ.
വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ആവാസ് യോജനയുടെ രണ്ടാം ഘട്ടത്തിൽ കേരള സർക്കാർ ഒപ്പുവയ്ക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേന്ദ്ര വിഹിതമായി 150.94 കോടി രൂപയാണ് ഇതുവരെ നഗരസഭയ്ക്ക് ലഭിച്ചത്. എന്നാൽ PMAY രണ്ടാം ഘട്ടം കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് നിരാശാജനകമാണ്. നഗരത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായി ഏറ്റെടുക്കുന്നു. അത് ഈ ബഡ്ജറ്റിൽ പാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമാണ്. അതായത് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും ആ ഭവനം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിന് കിട്ടുമോ എന്ന് ഭയന്ന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഭവന പദ്ധതിക്ക് എതിരെ നിൽക്കുമ്പോഴും അത് ഒപ്പിടാതെ ആ പദ്ധതിയൊക്കെ കുളമാക്കി ജനങ്ങളെ അപമാനിച്ച് കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോ കേരള സർക്കാർ ഒപ്പിടാത്തത് കൊണ്ടാണ് ഇവിടെ ഭവനമില്ലാത്തത് എന്ന ആ ഒരു രീതിയിൽ വേണമെങ്കിൽ BJPക്ക് പ്രഖ്യാപിച്ചൂടെ? അതല്ല തിരുവനന്തപുരത്തെ BJP പ്രഖ്യാപിക്കുന്നത്, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ കോപ്പില് ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ കോപ്പില് ഒപ്പിടണ്ട. പക്ഷെ ഞങ്ങൾ ജനങ്ങളെ കൈവിടില്ല. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ പൂർണ്ണ ചിലവെടുത്തുകൊണ്ട് ഭവന പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ ഈ പ്രഖ്യാപനം നടത്തുമ്പോ ഇത് തിരുവനന്തപുരത്തെ ജനത മാത്രമല്ല നെഞ്ചിലേറ്റിയ, ഇത് ബോധമുള്ള സകല മലയാളികളും ഹൃദയത്തിലേറ്റില്ലേ? ഇത് സകല മലയാളികളും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ഒരു പ്രഖ്യാപനം വലിയ രീതിയിൽ ഹൃദയത്തിലേറ്റും. ഒരു ഞഞ്ഞാവിഞ്ഞ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൈവിടുന്നില്ല, എന്തെങ്കിലും ഒപ്പുകിട്ടില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒപ്പിടാത്തവരെ കുറ്റം പറഞ്ഞ് അതിൽ നിന്ന് രക്ഷ നേടില്ല, മറിച്ച് ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ സൗജന്യമായിട്ട്, ഞങ്ങൾ പൂർണ്ണമായിട്ട് ഭവന പദ്ധതി പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇത് യഥാർത്ഥത്തിൽ ബോധമുള്ള ഏതെങ്കിലും ഒരു മന്ത്രി കേരള സർക്കാരിന്റെ മന്ത്രിസഭയിലൊക്കെ ഉണ്ടെങ്കിൽ നാണം കെട്ട് തല താഴ്ത്തണ്ട്. എത്ര സുന്ദരമായ ബജറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് പ്രധാനപ്പെട്ടതൊന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം. ഭാവിയിൽ കോമൺവെൽത്ത് ഗെയിംസ് പോലുള്ള ആഗോള കായിക മാമാങ്കങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള നഗരത്തിന്റെ സജ്ജീകരണം ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര ഓഫീസ് തുറക്കും. ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിൽ ഇന്ത്യൻ ഭാഷകളിലും പരിശീലനം നൽകാൻ നോർക്കയുമായി ചേർന്ന് 15 ലക്ഷം രൂപയുടെ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ സൺറൈസ് പദ്ധതി 5 കോടി ആരംഭിക്കും. അനന്തപുരി തൊഴിൽ കേന്ദ്രമായി 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തൊഴിലുറപ്പാക്കാൻ 5 കോടിയുടെ പദ്ധതി ആരംഭിക്കും. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിന് 30 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ക്ഷേമം ആനുകൂല്യങ്ങൾക്കായി 50 ലക്ഷവും തൊഴിൽ പരിശീലനത്തിന് 20 ലക്ഷവും. സ്കിൽ ഹബ്ബായിട്ട് യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും നൈപുണ്യ വികസനത്തിന് 10 ലക്ഷം. സ്വച്ഛ് ഭാരത് മാതൃക പൊതുസ്ഥലങ്ങളിൽ 200 അത്യാധുനിക ശുചിമുറികൾ സ്ഥാപിക്കാൻ 20 കോടി രൂപ. തെരുവ് നായ നിയന്ത്രണത്തിന് തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടർ 3 കോടി പ്രഖ്യാപിച്ചു. പുതിയ ABC സെന്റർ 3 കോടി. പോർട്ടബിൾ ക്രിമറ്റോറിയം 50 ലക്ഷം. അതേപോലെ തന്നെ മാലിന്യവുമായി ബന്ധപ്പെട്ട് നെറ്റ്വർക്ക് വിപുലീകരണത്തിന് 10 കോടി. നേമത്ത് 2 കോടി രൂപ ചെലവില് മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് നഗരങ്ങളിലെ വിവിധ വാർഡുകളിൽ ബന്ധിപ്പിച്ച് ഉന്നത നിലവാരത്തിലുള്ള മാതൃകാ റോഡുകൾ 10 കോടി. ഫ്ലെക്സ് പോസ്റ്റർ ഫ്രീ സോണുകൾ നടപ്പാക്കാൻ 25 ലക്ഷം രൂപ. പുത്തൻ പാലം കേന്ദ്രീകരിച്ച് ടൗൺഷിപ്പ് വികസനം 5 കോടി. ഇങ്ങനെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോ അവതരിപ്പിച്ചിട്ടുള്ളത്. ലേശം മാനവും ഉളുപ്പും ഒക്കെ ഉള്ള ആരെങ്കിലും കേരള സർക്കാരിന്റെ മന്ത്രിസഭയിലൊക്കെ ഉണ്ടെങ്കിൽ നാണം കെട്ട് ഒട്ടകപ്പക്ഷിയെ പോലെ ഏതെങ്കിലും മാളത്തിലേക്ക് സ്വന്തം തലയങ്ങ്
പുഴുത്തി വെക്കുന്നതാണ് അവർക്കൊക്കെ ഏറ്റവും നല്ലത്.